എടാ, ഇനി ഞാൻ കയറട്ടെ. നീ കുറെ നേരമായില്ലേ കളിക്കുന്നു. കുറച്ചുകൂടി ആടിയിട്ട് തരാം. മുത്തശ്ശി, എനിക്ക് ഇവൻ കുതിര കളിക്കാൻ തരുന്നില്ല. എത്ര നേരമായി ഞാൻ ചോദിക്കുന്നെന്നറിയോ? ഇനി കുറച്ചു നേരം എനിക്ക് തരാൻ പറ മുത്തശ്ശി. ഓ, തുടങ്ങിയോ രണ്ടുപേരും രാവിലെ തന്നെ? മുത്തശ്ശി വന്നോ? എന്നാ ഇനി നീ എടുത്തോ. ഇതാ. ഇവനിതെന്ത് പറ്റി ഇത്ര പെട്ടെന്ന് തരാൻ മാത്രം? മുത്തശ്ശി, ഇന്നൊരു കുതിരയുടെ കഥ പറഞ്ഞു തരുമോ? അമ്പടാ, അപ്പൊ അതാണ് കാര്യം. അതിനെന്താ, വാ ഇരിക്കി. എന്നാൽ എനിക്കും കേൾക്കണം. എന്തേ, നിനക്കിപ്പൊ കുതിര കളിക്കണ്ടേ? അത് പിന്നെ മുത്തശ്ശിയുടെ കഥ കേൾക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്, അല്ലേ മുത്തശ്ശി? അതെ അതെ, എന്നാ കേട്ടോ. പണ്ടൊരു കാട്ടിൽ വഴി തെറ്റി വന്നൊരു കുതിരയുടെ കഥയാണ് മുത്തശ്ശി പറയാൻ പോകുന്നത്. സിംഹരാജൻ വേട്ട കഴിഞ്ഞ് ദിവസവും പരിവാരങ്ങളോടുകൂടി ദാഹം തീർക്കാനും വിശ്രമിക്കാനും എത്തുക ഈ നദിക്കരയിലാണ്. ഒരു ദിവസം പതിവ് പോലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് സിംഹരാജൻ ഒരു ശബ്ദം കേട്ടത്. ഇവിടെ നിന്നാണ് ശബ്ദം കേട്ടത്? അതെന്ത് ജീവിയാണ്? എന്തായാലും പേടിച്ച് നിലവിളിച്ചതല്ല, ചങ്ങാത്തം കൂടാനുള്ള ശബ്ദവുമല്ല. ഇനി ആരെങ്കിലും എന്നെ വെല്ലുവിളിക്കുകയാണോ? അതോ ഏതെങ്കിലും വലിയൊരു ജന്തു ഈ കാട് കീഴടക്കാൻ വന്നതാണോ? സിംഹരാജൻ പെട്ടെന്ന് തന്നെ കരയ്ക്ക് കയറി കൂടെ വന്ന ചെന്നായയോടും കുറുക്കനോടും ഒരു വാക്കുപോലും പറയാതെ വേഗത്തിൽ നടന്നു. പക്ഷെ കുറുക്കനും ചെന്നായും ഇത് കാണുന്നുണ്ടായിരുന്നു. സിംഹരാജാവിന് ഇതെന്തു പറ്റി? എന്നും പതിവ് പോലെ എല്ലാവരുടെയും ദാഹം തീർത്ത് ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെയല്ലേ നമ്മൾ പോകാറ്. ഇപ്പൊ ഇതെന്ത് പറ്റി? എനിക്കാണേ ദാഹിച്ചിട്ട് വയ്യ. ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ വരാം. സിംഹരാജാവിന് എന്തോ മനപ്രയാസം വന്ന് പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഒന്ന് തിരക്കിയിട്ട് വരാം. നീ ഇവിടെ ഇരിക്ക്. പ്രഭു, അങ്ങ് ദാഹിച്ചു വലഞ്ഞാണ് നദിക്കരയിലെത്തിയത്. എന്നിട്ട് ദാഹം തീർക്കാതെ തിരിച്ചു പോണു. ഇപ്പോഴിതാ ഇവിടെ വന്ന് സങ്കടപ്പെട്ടിരിക്കുന്നു. എന്താണ് ഉണ്ടായതെന്ന് പറയൂ. ഇവനെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല, പറയാം. വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. നിങ്ങൾ കേട്ടിരുന്നോ? അതെ, ഞാനും കേട്ടിരുന്നു. ഏതോ ഒരു ജന്തു അലറുന്ന പോലെ തോന്നി. തോന്നിയല്ലേ? ഇതുപോലൊരു ശബ്ദം ഞാൻ എന്റെ കാട് ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. ഈ കാട് കൈയടക്കാൻ വന്ന ഏതെങ്കിലും ദുഷ്ടമൃഗമാവണം. ഇങ്ങേർക്ക് വട്ടായോ? ഈ കാട് ഞാൻ ഭരിക്കേണ്ടി വരുമോ ഈശ്വരാ? അല്ല, അങ്ങ് ആ ശബ്ദം കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഞാൻ അങ്ങയുടെ മുഖ്യമന്ത്രിയല്ലേ. അങ്ങയുടെ രക്ഷയാണ് എന്റെ ലക്ഷ്യം. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ആ ശബ്ദത്തിനുടമ ആരാണെന്ന് കണ്ടുപിടിക്കാം. ഇത് കേട്ട സിംഹത്തിന് സന്തോഷമായി. എന്നാൽ അങ്ങനെ ആവട്ടെ. ഇതും പറഞ്ഞു കുറുക്കൻ ആ ശബ്ദത്തിനുടമ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. ആരാത്? ആരാന്നാ ചോദിച്ചത്? അത് ചോദിക്കാൻ താനാരാ? ഞാനോ? ഞാൻ ഈ കാട് വാഴുന്ന സിംഹരാജാവിന്റെ മുഖ്യമന്ത്രിയാണ്. നിന്നെ ഇതിനു മുന്നേ ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ. നീ ഏതാ? ഓ, സിംഹരാജാവിന്റെ മുഖ്യമന്ത്രിയാണല്ലേ. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാനൊരു 2 ആഴ്ചയായി ഈ കാട്ടിൽ വന്നിട്ട് എന്റെ യജമാനുമായി പോകുമ്പോൾ കാല് വഴുതി ഞാൻ ഈ പുഴക്കരയിൽ വീണു. പിന്നെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. യജമാനൻ എന്നെ ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ മെല്ലെ എന്റെ കാലിന്റെ അസുഖം മാറി. അങ്ങനെ ഞാൻ ഈ കാട്ടിൽ കൂടി.
ഇവനെ വെച്ചൊരു കളി കളിക്കാം. വേട്ടയ്ക്ക് പോയി ഒന്നും കിട്ടാത്തതിന്റെ ക്ഷീണം മാറ്റുകയും ചെയ്യാം. നിങ്ങളൊരു നല്ല മനസ്സിനുടമയാണ്. കണ്ടാലറിയാം. നിങ്ങളുടെ രാജാവിനോട് പറഞ്ഞ് എനിക്ക് ജീവിതകാലം മുഴുവൻ ഈ കാട്ടിൽ താമസിക്കാൻ അനുവാദം വാങ്ങിത്തരണം. ഞാൻ നോക്കട്ടെ. ഞാൻ ആദ്യം അദ്ദേഹവുമായി സംസാരിക്കട്ടെ. മന്ത്രി രാജാവിന്റെ അരികിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. പ്രഭു, അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. അതൊരു സാധാരണ കുതിരയാണ്. ആണോ? എന്നാൽ നിനക്കതിനെ നമ്മുടെ ഇന്നത്തെ വേട്ടമൃഗമാക്കാമായിരുന്നില്ലേ? എനിക്കൊറ്റയ്ക്ക് എന്തായാലും കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആ കുതിരയോട് പറഞ്ഞു, ഈ കാട് ഭരിക്കുന്ന സിംഹരാജാവ് ഒരു പാവമാണ്. നീ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ അതിഥിയാണ്. അതിനാൽ എന്റെ രാജാവിന്റെ കൂടെ താമസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. കൊള്ളാം, നിന്റെ ബുദ്ധി അപാരം തന്നെ. നമുക്കൊരുമിച്ച് അവനെ ഇവിടെ വെച്ച് ശരിപ്പെടുത്താം. ഒരു കുട്ടി പോലും അറിയില്ല. അങ്ങനെ ഇതൊന്നും അറിയാത്ത പാവം കുതിര സിംഹത്തിന്റെ ഗുഹയിലേക്ക് കയറി. തക്കം പാർത്തിരുന്ന സിംഹവും കുറുക്കനും കൂടി കുതിരയെ ശരിപ്പെടുത്തി വീതിച്ചെടുത്തു. ബുദ്ധിശാലികൾ കൗശലത്താൽ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കും. ഏത് ശക്തിയും അവരുടെ തന്ത്രത്തിനു മുന്നിൽ കീഴ്പ്പെടും.